അതിനിടയിൽ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നുവല്ലോ. പ്രതിപക്ഷ നേതാവിന് ഒഴിഞ്ഞു കിട്ടാത്തതിനാൽ അതൊന്ന് പരിശോധിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഒത്തുകിട്ടിയത്. മോഡറേഷൻ നൽകിയിട്ടും പാസ് മാർക്ക് കിട്ടാത്തതിനാൽ മാർക്ക് കൂട്ടിയിട്ടാണ് LDF ഗവൺമെൻറ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് വഞ്ചനാ റിപ്പോർട്ടാണ്. അതെന്താണാവോ അങ്ങനെ വിലയിരുത്താൻ കാരണം? ഭരണരംഗത്ത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇടതുമുന്നണി ഗവൺമെൻറ്. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എടുത്തു പറയത്തക്ക ഒരു നേട്ടവും സംഭാവന ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ്. അല്ല, ഭരണം എങ്ങനെയായിരിക്കണമെന്ന് തെളിയിച്ച സർക്കാരാണിത്. ഒരാവശ്യവുമായി ഈ സർക്കാരിൻ്റെ മുന്നിൽ ചെന്നവരാരും പൊട്ടിച്ചിരിച്ചുകൊണ്ടല്ലാതെ തിരിച്ചു പോയിട്ടില്ല. കാണണം. GST നികുതിയിലെ സിനിമാ ടിക്കറ്റിന് മേലുള്ള നിരക്ക് 28%. അതേസമയം ഭരണഘടനാ ഭേദഗതിയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വിനോദ നികുതി പിരിക്കാനുള്ള അവകാശം റദ്ദാക്കിയിട്ടുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ വ്യവസായം സ്തംഭിക്കും എന്നുള്ള ഭയപ്പാട് കേരളത്തിന് പുറത്തുമുള്ള പ്രസിദ്ധരായ നടീനടന്മാരൊക്കെ ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിലും ഉയർത്തിയിട്ടുണ്ട്. കേരള സർക്കാർ ചർച്ച ചെയ്തിട്ട് ഇന്നെടുത്ത തീരുമാനം രണ്ട് നികുതിയും കൂടി ബാധകമാക്കില്ല. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വിനോദ നികുതി മാറ്റിവെക്കും. അപ്പോൾ പഞ്ചായത്ത് ഓഫീസുകൾ നഷ്ടത്തിലാവില്ലേ? ഒരു പരമ്പരാഗത വ്യവസായം എന്ന നിലയിൽ അതും നടന്നു പോകണ്ടേ? അതിന് പകരം അവർക്ക് ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിനും വിനോദ നികുതിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുകയുടെ 15% വർദ്ധിപ്പിച്ച് ഓരോ വർഷവും സർക്കാർ കൊടുക്കും. ഇതിനേക്കാൾ കൂടുതൽ വേണോ, പുതിയ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണോ തുടങ്ങിയ കാര്യങ്ങൾ 5ാം ധനകാര്യ കമ്മീഷന് തീർപ്പിന് വിടുകയും ചെയ്യും. അതുകൊണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ ഒരു സംശയം ഉണ്ടായിരുന്നത് 28% ടിക്കറ്റിന് വരുന്നു. അപ്പോൾ മുമ്പ് കൊടുത്ത നികുതികളെന്ത്, സിനിമ പിടിച്ചപ്പോൾ കൊടുത്ത നികുതികളെന്ത്, അല്ലെങ്കിൽ വിതരണക്കാർ നൽകിയ നികുതി എന്ത്? മറ്റെല്ലാം പോലെ തന്നെ ഈ വിനോദത്തിനും മുമ്പ് കൊടുത്ത നികുതി കിഴിച്ച് ബാക്കി സർക്കാർ നൽകിയാൽ മതിയാവും. ആ തത്വം ഇവിടെയും ബാധകമായി. അപ്പോൾ ഇതോടെ ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു. നമ്മൾ ഇവിടെ വരുമ്പോൾ കുറേ നേരം മിനിസ്റ്ററായിട്ട് സംസാരിച്ച് തർക്കിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു സെക്കൻഡിനകത്തല്ല അവസാനിപ്പിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതല്ലേ, അത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. കാരണം ഒരു സിനിമയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയതാണ്. ഈ പറഞ്ഞ പോലെ ടാക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് പിന്നെ ഇന്ത്യയിൽ 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, പഞ്ചാബും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് മിനിസ്റ്റർക്കും അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരും. ഇനിയും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. ഞങ്ങളും ഒപ്പം തന്നെ ഏത് കാര്യത്തിനും ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ അസോസിയേഷൻ പറയണം. സിനിമാക്കാരാണല്ലോ, ഡയലോഗ് റെഡിയായിരിക്കും. ഏത് സന്ദർഭത്തിലേക്കും യോജിച്ച ഡയലോഗുകൾ. ഇപ്പോൾ വേണ്ടത് ഒരു പുകഴ്ത്തലാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സ്റ്റേറ്റിലെ കേരള സ്റ്റേറ്റിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ആദ്യമായിട്ട് ഇത്രയും ബോൾഡായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ക്ലാരിറ്റിയോടെ പറഞ്ഞത്. കാരണം എല്ലാവരും കിടന്ന് തപ്പിക്കൊഴിയുന്നല്ല, ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ ക്ലിയർ കാര്യം പറഞ്ഞു. ഇൻഡസ്ട്രി സേവ്. അത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഒരു മെസ്സേജ് ആയിരിക്കും. ഇതിന് വേറെ റെക്കോർഡിംഗ് ഉണ്ട്. 1 സെക്കൻഡ് കൊണ്ട്
പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. ഒറ്റ ഡയലോഗിൽ തന്നെ ഈ ചർച്ച തീർന്നു. ഏറ്റവും വലിയൊരു പ്രശ്നം വലിയൊരു വ്യവസായത്തിന് വാദിക്കാനുള്ള സ്കോപ്പ് ഒന്നില്ല. നിരാശരാണ്. 3-4 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇങ്ങനെ. എന്തായാലും വളരെ സന്തോഷം, നന്ദി എന്ന് പറയാൻ. ഓക്കെ. ഇനിയിപ്പോൾ ഇത് തോമസ് ഐസക്കിൻ്റെ ചെപ്പടി വിദ്യയാണ്, സർക്കാരിൻ്റെ പൊതുനയമല്ല എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നതെങ്കിൽ അത് പറയണ്ട. ഇതേ സിനിമാക്കാർക്ക് മുഖ്യമന്ത്രി കൊടുത്ത വാക്കാണ്. സിനിമാ ലോകത്തോടൊപ്പം സർക്കാരുണ്ടാകും എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ആ വാക്ക് സർക്കാർ പാലിച്ചതാണ് ഇപ്പോൾ കണ്ടത്. അതിൻ്റെ സന്തോഷത്തോടെ ഒരു ഇടവേളയിലേക്ക് ചാടുകയാണ്. അത് കഴിഞ്ഞാൽ കുന്നംകുളത്തങ്ങാടിയിൽ കാണാം.